സോ എല്ലാ ടീംസും അവരുടെ ISL പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. പല ടീമിൻ്റെ ഫോറിൻ സൈനിങ്ങൾ 6 സൈനികളും തീർന്നിട്ടുമുണ്ട്. പല ക്ലബ്ബുകൾ തന്നെ ഫുള്ളി തീർന്നിട്ടുണ്ട്. എന്നാൽ ആരാണ് മികച്ചത്? ആരാണ് ISL ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്നത്? നമുക്കറിയാം ഓൺ പേപ്പർ പല ടീമുകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എന്നാൽ ഓൺ പേപ്പർ മാത്രമല്ലല്ലോ, നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസുമായിട്ട് എല്ലാ പ്ലേസും ഒന്ന് അഡ്ജസ്റ്റ് ആകണം. അതുകൂടാതെ ഇന്ത്യൻ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ടീം ഏതാണ് നമുക്ക് നോക്കാം. വീഡിയോയിട്ട് ഡീപ്പാക്കി കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 90K എന്ന വലിയ ഫാമിലിയിലേക്ക് എത്താൻ ഇനി കുറച്ച് സബ്സ്ക്രൈബ്സ് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. നമ്മൾ പാർട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഫസ്റ്റ് പാർട്ടായിരിക്കും. ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് ടീമും മോഹൻ ബഗാൻ തന്നെയായിരിക്കും. നമുക്കറിയാം ഓൺ പേപ്പർ ഓൺ ഗ്രൗണ്ട് എപ്പോഴും ക്വാളിറ്റി പെർഫോമൻസും ക്വാളിറ്റി പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് എപ്പോഴും ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ടീമാണ് മോഹൻ ബഗാൻ എന്നുള്ളത്. ഈ വർഷം അവർ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. കാരണം പൈസ കൊടുത്ത് നല്ല ക്വാളിറ്റി ഫോറിൻ പ്ലേയേഴ്സിനെയും അതുപോലെ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിനെയും എല്ലാ വർഷവും മേടിക്കുന്ന പോലെ ഈ വർഷം കുറേ റാഞ്ചിയിട്ടുണ്ട്. ഇനി നമുക്ക് മോഹൻ ബഗാന്റെ ഈ വർഷത്തെ മെയിൻ ഫോറിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ജേമി മെക്ലാരൻ, ഡിമി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ട്, പിന്നെ ജെയ്സൺ കുമിൻസ്. ഇവരാണ് നമ്മുടെ മെയിൻ മോഹൻ ബഗാന്റെ കോർ ഫോറിൻ പ്ലേയേഴ്സ് എന്നുള്ളത്. ISL ഫാൻസിന് ജെയ്മി മെക്ലാരൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു പരിചയമുള്ള പ്ലേയേഴ്സാണ്. എന്നാൽ ആരാണ് ജെയ്മി മെക്ലാരൻ? അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ഇന്റർനാഷണൽ പ്ലെയർ ആണ്. സ്കോട്ട്ലൻഡ് അണ്ടർ-19, അതുപോലെ ഓസ്ട്രേലിയൻ അണ്ടർ-20, അണ്ടർ-23 സ്ക്വാഡിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ അണ്ടർ-20ക്ക് വേണ്ടി 9 ഗോളുകൾ, ഓസ്ട്രേലിയ അണ്ടർ-23ക്ക് വേണ്ടി 9 ഗോളുകൾ, ഓസ്ട്രേലിയ മെയിൻ ടീമിന് വേണ്ടി 11 ഗോളുകൾ. അതുപോലെ ലാസ്റ്റ് ക്ലബ്ബായിരുന്ന മെൽബൺ സിറ്റിക്ക് വേണ്ടി 142 ഗോളുകളും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇതൊരു ബിഗ് ഫിഷ് തന്നെയാണ്. എല്ലാ ISL ടീമിനും ഒരു ഏഷ്യൻ കോട്ട പ്ലെയർ വേണമെന്നുള്ള നിയമം എടുത്തു കളഞ്ഞിട്ടും ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിനെ ഇത്ര ഇഷ്ടപ്പെടുന്ന ക്ലബിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം ഇനിയുള്ള 2 ലീഡിംഗ് സ്ട്രൈക്കേഴ്സും അവരുടെ ഓസ്ട്രേലിയൻസ് തന്നെയാണ്. ഒന്ന് ജെയ്സൺ കുമ്മിങ്സ്. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ബിഗ് സൈനിങ്ങളൊന്നായിരുന്നു അദ്ദേഹം. എന്നാൽ അതിനേക്കാൾ വലിയ സൈനിങ്ങാണ് ഈ വർഷം മോഹൻ ബഗാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മെക്ലാരൻ എന്നുള്ളത്. ജെയ്സൺ കുമ്മിങ്സ് ആട്ടെ കഴിഞ്ഞ വർഷം 12 ഗെയിംസിൽ നിന്ന് 12 ഗോളുകൾ മോഹൻ ബഗാന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം നമ്മുടെ ഡിമി എടുക്കുകയാണെങ്കിലും അദ്ദേഹം മോഹൻ ബഗാന് വേണ്ടി ഓവറോൾ 46 ഗെയിംസിൽ നിന്ന് 22 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട്. സോ ഈ 3 ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ആയിരിക്കും മോഹൻ ബഗാന്റെ കീ ഫാക്ടേഴ്സ് എന്നുള്ളത്. ഇതെല്ലാം പോട്ടെ, ഇനി ഒരു സംഭവം കൂടെ വരുന്നുണ്ട്, നമ്മുടെ ഗ്രെഗ് സ്റ്റുവർട്ട് എന്നുള്ളത്. ഗ്രെഗ് സ്റ്റുവർട്ട് നമുക്കറിയാം ജംഷഡ്പൂർ FCക്ക് വേണ്ടി മുംബൈ സിറ്റിക്ക് വേണ്ടി വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആയിരുന്നു. ഗോൾ അടിക്കാനും അസിസ്റ്റ് കൊടുക്കാനും അദ്ദേഹം ബെസ്റ്റ് തന്നെയായിരുന്നു. ഗ്രെഗ് സ്റ്റുവർട്ട് നമ്മുടെ ജംഷഡ്പൂരിന് വേണ്ടി 10 ഗോളുകളും 10 അസിസ്റ്റുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. മുംബൈ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം 11 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയല്ല കാര്യം വരുന്നത്. അദ്ദേഹത്തിന് 21 ഗോളുകൾക്കൊപ്പം തന്നെ 21 അസിസ്റ്റുകളുമുണ്ട്. ഇത് തന്നെയാണ് ഇദ്ദേഹത്തെ ബാക്കി മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത്. സോ മോഹൻ ബഗാൻ്റെ ഫോറിൻ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സോളിഡാണ്. ഇതിനെല്ലാത്തിനെയും കൂടെ എവിടെ ഇറക്കുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇത് നമ്മൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇനി ഇന്ത്യൻ പ്ലേയേഴ്സ് നോക്കുക. അനിരുദ്ധ ഥാപ്പ, സഹൽ, ലിസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ്, അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റി മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സും ഉണ്ട്. ഡിഫൻസിലേക്ക് വരികയാണെങ്കിലും സുമിത്രാട്ടി തുടങ്ങിയ എല്ലാ പ്ലേയേഴ്സും ഡിഫൻസിലുമുണ്ട്. ഇതിനെല്ലാം കൂടെ എവിടെ ഇറക്കണം? നമ്മളത് ആലോചിക്കേണ്ട തന്നെ ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ പേപ്പർ മോഹൻ ബഗാൻ അൺസ്റ്റോപ്പബിൾ തന്നെയാണ്. ഫീൽഡിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി തന്നെ കാണാം. ഇനി മോഹൻ ബഗാൻ്റെ ആജന്മ ശത്രുക്കൾ എന്നുള്ളത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ. നമുക്കറിയാം ഈസ്റ്റ് ബംഗാൾ ISLലേക്ക് വന്നപ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു ടീമാണ്. കോൺട്രാക്റ്റ് ഔട്ടായ പ്ലേയേഴ്സും അതുപോലെ ഫോം ഔട്ടായി നിൽക്കുന്ന പ്ലേയേഴ്സും ഏജ് ആയ പ്ലേയേഴ്സിനെയും അതുപോലെ ഫോറിൻ പ്ലേയേഴ്സ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടായിരുന്നു ഈസ്റ്റ് ബംഗാൾ വന്ന സീസൺ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓരോ വർഷവും അത് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറും ബോക്സിലെ ഏറ്റവും ഡേഞ്ചറസ് പ്ലെയർ ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്ന ഡിമിയെ ഈസ്റ്റ് ബംഗാൾ ആദ്യം തന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 അസിസ്റ്റുകളും 13 ഗോളുകളും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ല അദ്ദേഹത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ലൂണ തുടങ്ങിയ എല്ലാ പ്ലേയേഴ്സും ഇഞ്ചുറി പറ്റിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് സ്കില്ല് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഡിമി തന്നെയാണ്. സോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ ഗോളിനോടുള്ള ഒരു ഹങ്കറുമാണ് അദ്ദേഹത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ട് മാറ്റുന്നത്. സോ ഡിമി ഈസ്റ്റ് ബംഗാളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്ങും ഇമ്പോർട്ടൻറ്റ് പ്ലെയറുമാണ്. ഇദ്ദേഹത്തിന് കൂടെ ആരാണ് കളിക്കാൻ പോകുന്നത്? അനദർ ബിഗ് പ്ലെയർ ക്ലെയ്റ്റൺ സിൽവ. നമുക്കറിയാം ബംഗളൂരു FCക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും അദ്ദേഹം എന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കളിക്കുന്നതെന്ന്. കഴിഞ്ഞ വർഷം തന്നെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 3 അസിസ്റ്റുകളും 8 ഗോളുകളും ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹവും അതുപോലെ ഡിമിയുമായിരിക്കും ഫോർവേഡ് ഉറപ്പായിട്ടും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇവർക്ക് ബോൾ കൊടുക്കും? ആരായിരിക്കും ആ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ? വേറെ ആരുമല്ല, നമ്മുടെ തലാൽ തന്നെയായിരിക്കും. നമുക്കറിയാം പഞ്ചാബ് FC ഒരു ഫ്ലോപ്പ് സീസൺ ആയിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാലും ആ ഫ്ലോപ്പ് സീസണിലും അവർക്കൊരു സന്തോഷം കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ തലാൽ തന്നെയായിരുന്നു.
കഴിഞ്ഞ വർഷം പഞ്ചാബിന് വേണ്ടി 10 അസിസ്റ്റുകളും 6 ഗോളുകളും ഇദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഗോളുകളൊക്കെ എന്ത് മനോഹരമായ ഗോളുകളായിരുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് ഗോളൊക്കെ നമ്മൾ നോക്കി തന്നെ ഇരുന്ന് പോകുമായിരുന്നു. സോ ഒരു ഗോൾ സ്കോറിംഗ് പ്ലസ് ഒരു അസിസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡറിനെ കൂടെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ബോളൊന്ന് ബോക്സിലേക്ക് കൊടുത്താൽ മതി, ഗോൾ സ്കോർ ചെയ്യാൻ ഡിവിയും ക്ലൈറ്റനുമുണ്ട്. സോ അവരുടെ ആ ഒരു സർക്കിളും കംപ്ലീറ്റഡ് ആണ്. എന്നാൽ മോഹൻ ബഗാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്ക്വാഡ് ഇച്ചിരി വീക്കാന്നൊക്കെ പറയാൻ സാധിക്കും. എന്നാലും ജിക്സൺ സിംഗ് ഉൾപ്പെടെ നല്ല ക്വാളിറ്റി പ്ലേയേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മകേഷ്, ഖബ്ര, അങ്ങനെ കുറേ ഇന്ത്യൻ പ്ലേയേഴ്സും ഉണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാനേക്കാൾ ഇന്ത്യൻ സ്ക്വാഡ് ഒരുപടി താഴേക്കാണ്. എന്തൊക്കെയാലും ഓൺ പേപ്പർ ഓക്കെ, ബട്ട് ഗ്രൗണ്ടിൽ ആരാണ് കളിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് നോക്കി തന്നെ കാണണം. നമ്മൾ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും അവിടെ സെർജിയോ ലൊബേറ അദ്ദേഹത്തിന് പഴയ ഗോവ, മുംബൈ മൂഡിലേക്ക് ഒഡീഷ എഫ് സിയെ കൊണ്ടുവന്നുകൊണ്ടിരിപ്പുണ്ട്. സോ നമ്മൾ പാർട്ട് 2 ഒഡീഷ എഫ് സിയെ പറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒഡീഷ എഫ് സിയുടെ കൂടെ നമ്മൾ വേറെ ഏത് ടീമിനെയാണ് ഒന്ന് നോക്കി കാണേണ്ടത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിലേക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.